ഹായ് എവ്രി വൺ, ഹൗ ആർ യു ബ്യൂട്ടിഫുൾ പീപ്പിൾ. അപ്പോൾ ഇന്ന് പെട്ടെന്ന് സഡനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. വീഡിയോ എന്തിനെന്ന് വെച്ചാൽ ഞാനൊരു രജിസ്ട്രിയിൽ, അതായത് ബ്ലഡ് സ്റ്റെം സെൽ ഡൊണേറ്റ് ചെയ്യുന്ന രജിസ്ട്രിയിൽ ഞാൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ അപ്ലൈ ചെയ്തായിരുന്നു. അപ്പം അവരെനിക്ക് സ്വാബ് കിറ്റ് സെൻഡ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്വാബ് ചെയ്യുന്നത്. അപ്പോൾ സ്വാബ് ടെസ്റ്റ് കിറ്റാണ് ഇത്. നമ്മൾ ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ നമ്മൾ മുക്കി കൂടെ എടുത്തില്ല, അതേപോലത്തെ ഒരു സംഭവം ഇതിൻ്റെ അകത്തുണ്ട്. നമ്മളത് തിരിച്ചയച്ചു കൊടുക്കേണ്ടതാണ്. ആൻഡ് ഇത് രജിസ്റ്റർ ചെയ്തതെന്ന് വെച്ചാൽ ധാത്രി ബ്ലഡ് സ്റ്റെം സെൽ ഡോണേഴ്സ് രജിസ്ട്രിയാണിത്. അപ്പം ഇത് എനിക്ക് ആക്ച്വലി 2-3 വീക്സിന് മുന്നേ അവർ അയച്ചതായിരുന്നു. പക്ഷേ എനിക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ മറന്നു പോവുകയും ചെയ്തു ഇത് ഫില്ല് ചെയ്ത് തിരിച്ച് അയച്ചു കൊടുക്കാനും. ആൻഡ് ഇപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്ന് ഇപ്പോൾ തന്നെ സഡനായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സ്റ്റെം സെൽ ഡൊണേറ്റ്, ഇപ്പോൾ ബ്ലഡ് നിങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്നില്ലേ, അതുപോലത്തെ ഒരു നല്ലൊരു കാര്യമാണ് ഈ ബ്ലഡ് സ്റ്റെം സെൽ ഡൊണേറ്റ് ചെയ്യുന്ന. ഒരുപാട് രോഗങ്ങൾക്ക് ഈ നമ്മളെ സ്റ്റെം സെല്ല് ഉപകാരപ്പെടും. കൂടുതലും നമ്മളെ ഫാമിലിയിലുള്ള നമ്മൾ ഡയറക്റ്റ് ബ്ലഡ് റിലേഷൻ ഉള്ളവർക്കാണ് സക്സസ് റേറ്റ് കൂടുതലുള്ളത്. പക്ഷേ എന്നിരുന്നാലും ചിലപ്പം മറ്റുള്ളവർക്കും ഭാഗ്യവശാൽ ഇത് ഉപകാരപ്പെടും. നമ്മളെ സ്റ്റെം സെല്ല് കൊണ്ടിട്ട് ക്യാൻസർ, ചില ടൈപ്പ് ഓഫ് ക്യാൻസർ, എല്ലാ ടൈപ്പ് അല്ല, ചില ടൈപ്പ് ഓഫ് ക്യാൻസർ രോഗങ്ങളും മറ്റ് ചില അസുഖങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ ഇടയിൽ ജസ്റ്റ് വീഡിയോയുടെ ഇടയിൽ ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം. കുറേ അസുഖങ്ങൾക്കൊക്കെ ബ്ലഡ് സ്റ്റെം സെല്ല് കൊണ്ട് ഒരു പെർമനന്റ് ക്യൂർ ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് എന്നിരുന്നാലും കുറേ നാളത്തേക്കുള്ള ഒരു ക്യൂറോ, അല്ലെങ്കിൽ സംടൈം ചിലപ്പോൾ പെർമനന്റ് ക്യൂറോ, അല്ലെങ്കിൽ കുറേ വർഷത്തേക്കുള്ള ഒരു നല്ലൊരു ക്യൂർ ചിലപ്പം കിട്ടിയെന്ന് വരാം. അപ്പം നിങ്ങൾക്കും ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ധാത്രി, ഈ ഒരു രജിസ്ട്രിയിൽ നിങ്ങൾ അവരുടെ ഒരു എന്താ പറയുക, നിങ്ങളിതാ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ അതിലെ സ്റ്റെപ്സ് ഒക്കെ എങ്ങനെയാണോ അതേപോലെ ചെയ്യുക. ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. കുറേയൊക്കെ നമുക്ക് അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലേ, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവർ അതിലൂടെ ടെസ്റ്റ് ചെയ്യും. ആൻഡ് ഈ ടെസ്റ്റിങ്ങിന് പൊതുവെ ധാത്രി ഇവരുടെ ഈ രജിസ്ട്രിയിൽ ഇവർ പൈസ ഒരു 1500 രൂപയോ മറ്റോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ആ സമയത്ത് എമൗണ്ട് ഇല്ലാതിരുന്നതുകൊണ്ട് അവർ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് വേണ്ടി ഒരു സ്പോൺസറിനെ അവർ കണ്ടുപിടിക്കും. എന്നിട്ട് പിന്നീട് നാളെ എപ്പോഴെങ്കിലും എൻ്റെ 1500 രൂപ ഉള്ളപ്പോഴത്തേക്ക് ഞാൻ ഈ രജിസ്ട്രിയിലേക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ 1500 രൂപ വേറെ ആരെങ്കിലും ഇതേപോലെ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആൻഡ് അവരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന 1500 രൂപ അവർ ആ ആൾക്ക് സ്പോൺസർ എന്നുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് ഓൾറെഡി ഞാൻ ഓപ്പൺ ചെയ്തായിരുന്നു, ജസ്റ്റ് നോക്കിയായിരുന്നു. എനിക്ക് ഫർദർ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. സ്റ്റെം സെല്ലൊക്കെ ഡൊണേറ്റ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. ജീവനോട് ഇരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഓർഗൻസ് എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ, അതും നല്ല കാര്യമാണ്. പക്ഷേ ഓർഗൻസ് ഒക്കെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ പലരും ഒന്ന് ബാക്ക് അടിക്കും. കാര്യം എന്താണ്, നമ്മൾ പിന്നെ എങ്ങനെ ആരോഗ്യവതിയായിട്ട് അല്ലെങ്കിൽ ആരോഗ്യവതിയായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് ലൈഫ് ലോങ് നമുക്ക് ജീവിക്കാൻ പറ്റുമില്ലേ എന്നുള്ളതും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ പിന്നെ ഓർഗൻസ് ഒക്കെ ഡൊണേറ്റ് ചെയ്യേണ്ടത്. കാരണം ഓർഗൻസ് ഡൊണേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മളെ ലൈഫ് സ്റ്റൈൽ അതനുസരിച്ചിട്ട് വേണം കൊണ്ടുപോകേണ്ടത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഡൊണേഷൻ്റെ കാര്യത്തിൽ മുന്നോട്ട് നിൽക്കാത്തത്. പിന്നെ എന്നെ നോക്കാൻ ആരെങ്കിലും വേണമല്ലോ, ഈ പറയുന്ന പോലെ ഓർഗൻ ഡൊണേഷൻ ഹോസ്പിറ്റലിൽ പോയി നിൽക്കലും കാര്യങ്ങളും. പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഞാൻ അതനുസരിച്ച് പിന്നീട് കറക്റ്റായിട്ട് കൊണ്ടുപോകത്തില്ല, അല്ലെങ്കിൽ ഞാൻ എന്നെ നോക്കത്തില്ല എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഓർഗൻ ഡൊണേഷൻ നോക്കാത്തത്. ബ്ലഡ് ഞാൻ ഡൊണേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ടാറ്റു കഴിഞ്ഞ വർഷം ഞാൻ അടിച്ചത് കൊണ്ട് ഒരു വർഷത്തെ ഗ്യാപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് എന്തായാലും ഈ ഡിസംബറിലാകുമ്പോൾ ഒരു വർഷമാകും. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ബ്ലഡൊക്കെ ഞാൻ ഡൊണേറ്റ് ചെയ്യും. എനിവേസ് ഞാൻ ഇതിൻ്റെ അകത്തുള്ള പാക്കിംഗ് ഞാൻ എടുത്തു. ഇതൊരു എൻവലപ്പാണ്. ഈ എൻവലപ്പിൽ അവർ സ്റ്റാമ്പും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. എന്തിനാണ് ആ സ്വാബ് കിറ്റും രജിസ്ട്രേഷൻ ഫോമും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ ചെയ്തതിന് ശേഷം ഫോം ഫില്ലപ്പ് ചെയ്യണം. ആ സ്വാബ് കിറ്റ് നമ്മൾ യൂസും കൂടെ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തിട്ട് തിരിച്ച് സീൽ ചെയ്ത് ആസ് യൂഷ്വൽ പോസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയി ഇടണം. അപ്പോൾ അവരത് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് അവർ തന്നെ ഇതൊക്കെ കൊടുത്തിട്ട് എന്താ പറയുക, പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് അവർ സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആപ്ലിക്കേഷൻ ഫോമും കൺസെൻറ്റ് ഫോമും ഒക്കെ സ്വാപ്പ് പൗച്ച്, നമ്മൾ ഇതിൻ്റെ അകത്തുള്ള സ്വാപ്പ് പൗച്ച് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ സ്വാപ്പ് പൗച്ച്. അപ്പം ഫോം ഇതാണ്. ഇത് എങ്ങനെയാണ് സ്വാബിങ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ലിസ്റ്റാണ്. ആൻഡ് ഇത് നമ്മളെ രജിസ്ട്രേഷൻ ഫോമാണ്. ഈ രജിസ്ട്രേഷൻ ഫോം നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. ആൻഡ് ഫില്ല് ചെയ്തതിന് ശേഷം ബാക്ക് സൈഡിൽ നോക്കുക, ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കുറേ കാര്യങ്ങൾ ഇതെല്ലാം കറക്റ്റായിട്ട് വായിച്ച് നോക്കി കറക്റ്റ് പ്രോപ്പർ ഡീറ്റെയിൽസ് കൊടുക്കുക നിങ്ങൾ. ആൻഡ് ഇതും നിങ്ങൾ ഇതൊരു എഗ്രിമെൻറ്റ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്, ഇതാണ് ഒരു കൺസെൻറ്റ് ഫോം. ഇത് കൺസെൻറ്റ് ഫോമാണ്. ഇത് കൺസെൻറ്റ് ഫോമും ഇത് ഡിക്ലറേഷൻ, ഈ സൈഡിൽ ഡിക്ലറേഷൻ ഫോം. ഇത് കൺസെൻറ്റ് ഫോമും നിങ്ങൾക്ക് താഴേക്ക് ഇവിടെ സൈനൊക്കെ ചെയ്യേണ്ടി വരും. ഇത് ഡിക്ലറേഷൻ ഫോമാണ്. ആൻഡ് ഇത് രജിസ്ട്രേഷൻ ഫോം ഈ സൈഡിൽ. ആൻഡ് ഇത് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എന്താ പറയുക, ഇത് ജസ്റ്റ് നമുക്ക് വേണ്ടിയിട്ടൊരു ലെറ്ററാണ്, ഏതാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിലൊരു സ്വാബിൻ്റെ സാമ്പിൾ കിറ്റ് ഉണ്ട്. ഞാനപ്പോൾ അത് യൂസ് ചെയ്യാൻ പോകണം. സ്വാബ് കിറ്റ് യൂസ് ചെയ്തിട്ട് ഈ ഒരു കുഞ്ഞ് സംഭവത്തിൻ്റെ അകത്തിട്ട് വേണം തിരിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ അതിൽ കാണിച്ചിട്ടുണ്ട്. യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ആ പാർട്ട് അകത്തോട്ട് ഇതാക്കുന്ന വിധത്തിൽ വേണം ഇൻസർട്ട് ചെയ്ത് അയക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ക്യുക്കായിട്ട് ഞാൻ പെട്ടെന്ന് ഈ ഒരു ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഫില്ലപ്പൊക്കെ ചെയ്യുന്നതൊക്കെ ഞാൻ കാണിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൽ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കറക്റ്റായിട്ട് വായിക്കേണ്ടതാണ്. എന്നിട്ട് ഇതാക്കാവും. ഇതിൽ കൊടുത്തിരിക്കുന്ന ഞാൻ സ്റ്റെപ്പുകൾ പെട്ടെന്ന് വായിച്ചു തരാം. ഫിൽ ഇൻ ദി അറ്റാച്ച്ഡ് ഡോണർ രജിസ്ട്രേഷൻ ഫോം. ഓൾ ദി ഫീൽഡ്സ് ആർ മാൻഡേറ്ററി. സൈൻ ദി ഡോണർ ഇൻഫോംഡ് കൺസെന്റ് ഫോം. സ്വാബ് യുവർ cheeks. You are provided with a pair of sterile swabs and a self-adhesive swab cover to place your swab sample. So how to swab your cheeks? അതെങ്ങനെയാണ് സ്വാബ് ചെയ്യേണ്ടത് കാണിച്ചിട്ടുണ്ട്. ഓപ്പൺ ദി swab pack from this link and please ensure that the sterile tips does not touch any surface. നമ്മൾ ഇതിലെ സ്റ്റെറിലൈറ്റ് ടിപ്പ് ഉണ്ടല്ലോ, അത് ഈ ഒരു പഞ്ഞി വരുന്ന ഈ ഒരു ഭാഗം എവിടെയും തട്ടാതെ വേണം ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. കാരണം വേറെ എന്തെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ടീരിയ, വൈറസ് എന്തെങ്കിലുമൊക്കെ എല്ലാ സ്ഥലത്തും ബാക്ടീരിയാസ് ഉണ്ട്. അത് അതിൽ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇത് വേസ്റ്റാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കീപ്പ് യുവർ മൗത്ത് ഓപ്പൺ വൈസ്. അപ്പോൾ നമ്മൾ വാ തുറന്ന് വെച്ചിട്ട് നമ്മൾ ഒരു സ്വാബ്, ഇതിൽ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്വാബ് എടുത്തിട്ട്
നമ്മൾ തുപ്പലെല്ലാം ഇറക്കിയതിന് ശേഷം ഒരെണ്ണം ഇതിൽ 2 കൊടുത്തിരിക്കുന്ന ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ ഒരു ചീക്കിൽ 5 ടൈം നമ്മൾ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും നമ്മൾ സ്വാബ് ചെയ്യണം. ആൻറ്റി ക്ലോക്ക് വൈസും നമ്മൾ സ്വാബ് ചെയ്യണം. പിന്നെ ഇത് ഒരുപാട് അങ്ങ് അതുകൊണ്ടാണ് വായിലെ തുപ്പൽ മൊത്തം നല്ല രീതിയിൽ ഇറക്കിയതിന് ശേഷം വേണം ഇത് ചെയ്യേണ്ടത്. ഒരുപാട് അങ്ങ് സോഗിയോ അല്ലെങ്കിൽ വെറ്റാവാൻ നോക്കരുത് ഈ സംഭവം. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കവർ ഫേസിംഗ് ഡൗൺ ആൻഡ് ഇത് രണ്ടെണ്ണം കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് പാക്കറ്റിനകത്ത് ഇടാൻ നിൽക്കരുത്. ആദ്യമേ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു കവറിൽ നമ്മളത് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ പാക്കറ്റിനകത്ത് എന്താ പറയുക ഇടുക. പ്ലേസ് സ്വാബ് സ്വാബ് കവർ വിത്ത് കോട്ടൺ ഫേസിംഗ് ഇൻസൈഡ് പാക്കറ്റ്. എന്നിട്ട് ഉടനെ തന്നെ അടുത്തതും കൂടെ എടുത്ത് നമ്മൾ ഇപ്പുറത്തെ സൈഡിലും കൂടെ ആൻറ്റി ക്ലോക്ക് വൈസും 5 തവണ വെച്ചിട്ട് ഇപ്പുറത്തും കൂടെ ചെയ്തതിന് ശേഷം രണ്ടും ഒരുമിച്ച് ഇതിനകത്ത് അകത്ത് ഈ ഒരു പാക്കറ്റിനകത്ത് ആക്കിയതിന് ശേഷം നമ്മൾ അപ്പോൾ തന്നെ അതങ്ങ് സീൽ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇതിനകത്ത് ഇടുക. അതാണ് ചെയ്യേണ്ട കാര്യം. സോ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യുന്നതെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പം വായില തുപ്പൽ മൊത്തം ഇറക്കിയിരിക്കുകയാണ്. വായിലത്ത് തുപ്പലൊന്നുമില്ല. നമ്മൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ തുപ്പലെല്ലാം ഇറക്കിയതിന് ശേഷമേ ചെയ്യാവൂ. സോ ഞാൻ ഇത് ഓപ്പൺ ചെയ്യുകയാണ്. നമ്മൾ ഇതേപോലെ ഓപ്പൺ ചെയ്തു. മേക്ക് ഷുവർ നമ്മൾ ആ പഞ്ഞിയുടെ സ്ഥലത്ത് തുടരുത്. പഞ്ഞി എവിടെയും വീണ് പോകരുത്. നമ്മൾ ഈ ഒരു ഇതിങ്ങനെ തന്നെ നോർമലി പിടിക്കുക. ഇത് വെളിയിലോട്ട് എടുക്കുക. എവിടെയും ആ പഞ്ഞി ഭാഗം തുടരുത്. ഓക്കെ. എന്നിട്ട് ഇത് കഴിവതും കയ്യിൽ നിന്ന് പോകാതെ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അടച്ചെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഓക്കെ. അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് എവിടെയും വീഴാതിരിക്കും. ഇതേപോലെ എടുക്കാം. അപ്പോൾ ആദ്യമേ ഞാൻ എൻ്റെ ലെഫ്റ്റ് ചീക്കായിരിക്കും. ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും 5 തവണ വീഴ്ച. ഓക്കെ. അപ്പോൾ ഇനി സംസാരിക്കുമ്പോൾ വായിൽ കൂടുതൽ തുപ്പൽ വരും. അപ്പോൾ നമ്മളത് സ്വാബ് ചെയ്തു. അപ്പോൾ ഉടനെ തന്നെ പാക്കറ്റ് എടുക്കുക. ഇത് തുറക്കുക. നമ്മൾ ഇതിൻ്റെ അകത്ത് ഊതാനൊന്നും നിൽക്കരുത്. ഓക്കെ. ഊതയൊന്നും ചെയ്യരുത്. നമ്മളിത് ഫേസ് ഡൗൺ ആണ് കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിത് അതിൻ്റെ അകത്ത് ഇടുക. ഓക്കെ. എന്നിട്ട് നമ്മളിത് അടച്ച് തൽക്കാലത്തേക്ക് നമ്മളിതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. റൈറ്റ് രീതിയിലും ശ്രദ്ധിച്ചെടുക്കുക. ഞാൻ പറയാം. തവണ അത് ചെയ്തു. അപ്പം അതും ശ്രദ്ധിച്ച് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടുക. എന്നിട്ട് അപ്പം തന്നെ ഇതിൻ്റെ സീൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് അപ്പം തന്നെ തുറക്കുക. അപ്പം തന്നെ നമ്മൾ ഇതങ്ങ് ക്ലോസ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ എയറിലും പല കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ അകത്ത് അപ്പോൾ അത് അപ്പോഴേ കയറാതിരിക്കാൻ നോക്കും. ഓക്കെ. സോ ഇതിപ്പോൾ ഇതിങ്ങനെ ചെയ്തു. അപ്പോൾ ഇത് ചെയ്ത ഉടനെ ഇനി ഞാൻ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളിത് പാക്ക് ചെയ്ത് ഇതിൻ്റെ അകത്ത് അയക്കുകയാണ്. നാളെ തന്നെ കൊണ്ടുപോയി ഞാൻ പോസ്റ്റ് ബോക്സിൽ ഇടാൻ പോവുകയാണ്. ഐ എം റിയലി സോറി. ധാത്രി റെസ്ട്രിയിലേക്ക് ഐ എം റിയലി സോറി. ഇതിൻ്റെ അപ്പോളജി അങ്ങോട്ടത്തേക്ക് ആ കാര്യം ഞാനിത് 2-3 വീക്സ് ആയി അവർ ഇത് അയച്ചിട്ട്. കാരണം ഇങ്ങനൊരു നല്ല കാര്യം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് as soon as possible നമ്മൾ എത്രയും പെട്ടെന്ന് അത് നമ്മൾ തിരിച്ച് ചെയ്യേണ്ടതാണ്. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നതുകൊണ്ടും പല മാനസികമായിട്ടുള്ള ഇഷ്യൂസും ഒക്കെ കാരണത്താലാണ് ഞാനിത് മറന്നിട്ടതും എനിക്കിത് ചെയ്യാൻ പറ്റാതിരുന്നതും. പക്ഷേ ഇന്ന് സഡൻലി പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് ഞാനിത് ചെയ്തു. സോ ഓക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഫോമും കാര്യങ്ങളൊക്കെ എന്തായാലും ഫില്ല് ചെയ്തിട്ട് ഞാനിത് എന്തായാലും സെൻഡ് ചെയ്യാൻ പോകും. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും തൽക്കാലം ഞാൻ ഇതേപോലെ ഇതെടുത്തു. ഇതിപ്പോഴും ഞാൻ ഇതിൻ്റെ അകത്തൊക്കെ ഇടുകയാണ്. ഇനി ആ കൺസെൻറ്റ് ഫോമും കൂടെ ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തിട്ട് ഇവർക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും. സോറി, എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ ഉണ്ട്. അപ്പോൾ മൊബൈൽ നമ്പർ ആരും കണ്ട. അപ്പം ഓക്കെ ദെൻ ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ രജിസ്ട്രിയിൽ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യുക. ഇറ്റ്സ് എ ഗുഡ് തിങ്. സേവ് എ ലൈഫ്. ഓക്കെ. ഡൊണേറ്റ് യുവർ സ്റ്റെം സെൽസ് ആൻഡ് സേവ് എ ലൈഫ്. ഓക്കെ. ഇറ്റ്സ് എ ഗുഡ് തിങ്, നോട്ട് എ ബാഡ് തിങ്. നമുക്ക് ഭയങ്കര വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഈ സ്റ്റെം സെല്ല് ഡൊണേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത്. പല വഴികളും പുതിയ ടെക്നോളജീസും യൂസ് ചെയ്തിട്ടാണ് സ്റ്റെം സെല്ല് അവർ നമ്മളെ ബോഡിയിൽ നിന്ന് എടുക്കുന്നത്. സോ go and do it. Go and save up a life. You are a hero if you do that. Okay then bye.